എന്തു ചെയ്യണിക്ക? എനിക്കിപ്പോൾ കാണണമെന്ന് തോന്നണേ. എന്താ പെണ്ണെ പറയണ? ഞാനിപ്പോ പോയല്ലേ ഉള്ളൂ. ഇക്ക എന്നെയും ദുബായിക്ക് കൊണ്ടുപോവോ? വിസ ഒന്ന് ശരിയാകട്ടെ മുത്തേ, എന്നിട്ട് കൊണ്ടുപോവാ. ഉമ്മയ്ക്ക് നീ മകളെ പോലെയാണ്, പിന്നെന്താ. ഇവിടുത്തെ ഉമ്മ എൻ്റെ ഉമ്മ പോലെ തന്നെയാ. എൻ്റെ ഉമ്മേനെക്കാട്ടിലും സ്നേഹമാ ഇവിടുത്തെ ഉമ്മാക്ക്. എൻ്റെ ഉമ്മാനെ എനിക്കറിയില്ലേടി. താത്ത കൂയ്, ആരാ വിളിക്കണം? ആമിനയാ, എവിടേക്ക് പോണേ? ഞാൻ മാട്ടിന് കുറച്ച് പുല്ലരിയാൻ വന്നതാണ് താത്ത. നിങ്ങളെന്താ പണിയാ? മഴയായപ്പോഴേ മുറിയിലൊക്കെ നിറച്ചും മാറാല, അതൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കുകയാണ്. ഓ, പുതുപ്പെണ്ണ എവിടെ? അവിടെ ഗൾഫിൽ നിന്ന് അവൻ വിളിച്ചേ, അപ്പോൾ അവരും വേണ്ടിയും പറഞ്ഞിട്ട് ഇരിക്കണു. മരുമകൾ വന്നിട്ടെന്താ കാര്യം? നിങ്ങൾക്ക് പണി തന്നെയല്ലേ താത്ത? അതൊക്കെ എൻ്റെ വീട്ടിൽ എല്ലാ പണികളും എൻ്റെ മരുമകൾ തന്നെ ചെയ്യണം, ഞാനൊന്നും ചെയ്യില്ല. നിങ്ങളെന്താന്ന് ഇങ്ങനെ? അവളുടെ അടുത്ത് പണിയൊക്കെ ചെയ്യാൻ പറഞ്ഞൂടെ? അതല്ല നാട്ടു നടപ്പ്. നിങ്ങളെ നാട്ടിൽ നടക്കണതൊന്നും അറിയണില്ലേ? അവളിപ്പോൾ വീട്ടിലേക്ക് വന്നല്ലേ ഉള്ളൂ, ചെറുതായിട്ട് പണികളൊക്കെ ചെയ്ത് പഠിക്കട്ടെ. ആഹാ, ചുട്ടയിലെ ശീലം ചുടല വരെയെന്ന് കേട്ടിട്ടുണ്ടാ നിങ്ങൾ? ഇപ്പം ഇടണ ശീലം നിങ്ങൾ ചാകണ വരെ ഉണ്ടാവും, അറിയോ നിങ്ങൾക്ക്? അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. നിങ്ങളിനി ഒരു പണിയും എടുക്കണ്ട, എല്ലാം അവളോട് ചെയ്യാൻ പറ. അല്ലെങ്കിലേ നിങ്ങൾ കിടപ്പാകണ വരെ നിങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് കാല് വേദനയില്ലേ? നിങ്ങൾ മകനെ വളർത്തി ഇത്ര വലുതാക്കിയില്ലേ? ഇനി എന്തിനാണ് നിങ്ങൾ പണിയെടുക്കണേ? നിങ്ങൾ ഞാൻ പറയണ പോലെ കേട്ടോ, അതാണ് നിങ്ങൾക്ക് നല്ലത്. ശരി താത്ത, നാളെ കാണാം. സുഹറാ പോയിക്ക. ഉമ്മ വിളിക്കണം. ശരിയേക്ക, രാത്രി വിളിക്കേ. വരണു ഉമ്മ. നീ ആ തുണികളൊക്കെ ഒന്ന് നനച്ചിട്, നല്ല മഴ വരുന്നു. നനയ്ക്കാം ഉമ്മ. വേഗം നനച്ചിട്. ആ കുളിമുറിയിലും എൻ്റെ സാരിയും പാവാടയൊക്കെ ഉണ്ട്, അതും എടുത്തോ. അതെല്ലാം എടുത്തു ഉമ്മ. നീ എങ്ങോട്ടേ പോണ? വാഷിംഗ് മെഷീനിൽ നനയ്ക്കണ്ട, കറണ്ട് ചാർജൊക്കെ എത്രയാണെന്നറിയോ നിനക്ക്? കല്ലിൽ നനച്ചാൽ മതി. അല്ലുമ്മ, വാഷിംഗ് മെഷീനിലല്ല നനച്ചോണ്ടിരുന്ന്. എന്നാൽ ഇനി തൊട്ട് കല്ലിൽ നനച്ചാൽ മതി, നല്ല വൃത്തിയാവുള്ളൂ. അവള് വാഷിംഗ് മെഷീനിലേ നനയ്ക്കുള്ളൂ. ഈ മഴയത്ത് എങ്ങനെ ഞാൻ കല്ലിൽ നനയ്ക്കുക? ഈ ഉമ്മയ്ക്ക് എന്താ പറ്റിയ? ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. ഇതൊന്നും നീങ്ങൊന്നുമില്ല. ഉമ്മ, ഞാനൊന്ന് വീട്ടിലേക്ക് പോയിട്ട് വരട്ടെ. അവൻ പോയിട്ട് ഒരാഴ്ചയല്ലേ ആയിട്ടുള്ളൂ, അപ്പോഴേക്കും നിനക്ക് പോണാ? പിന്നെ എന്നിട്ട് ഇങ്ങോട്ട് കെട്ടിയിട്ട് വന്നാൽ അവിടെ തന്നെ നിന്നാൽ പോരെ? ഇവിടുത്തെ പണിയൊക്കെ ആര് ചെയ്യും? കാല് അല്ലെങ്കിൽ വേദനിച്ചിട്ട് വയ്യ. അവൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആടാത്തതിൻ്റെ കുഴപ്പമാണ്. ഈ ഉമ്മയ്ക്ക് എന്തു പറ്റി? ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. ആരാ ഫോണിൽ വിളിക്കണേ? ഉമ്മയാണോ? ഈ സമയത്ത് വിളിക്കാറില്ലല്ലോ. ആരാ അത്? ഹലോ, എന്നെ മറന്നാ? ലൈലയാ, എന്താണ്ടി വിശേഷം? ഓ, കല്യാണം ആയാ? നീ പറഞ്ഞ പോലെ തന്നെ ആയി. ഗൾഫിൽ പോകാലോ. ഓ, ഇക്ക ദുബായിൽ പോയി. ആരാണ്ടി? അവനാ? ഉമ്മ, എൻ്റെ കൂട്ടുകാരി, അവളുടെ നിക്കാഹാണ് എന്ന്. ഓ, ഇനി അതിൻ്റെ പേരിൽ അവൾക്ക് പോകാലോ. അടി പറയടി, നിനക്കെന്താ വിശേഷം? സുഖമാണോ അവിടെ? എന്തു സുഖം, നമ്മൾ സ്വപ്നം കാണുന്ന പോലെ ഒന്നും അല്ലടി. ഇവിടുത്തെ കാര്യമൊന്നും പറയണ്ടടി. ഇവിടുത്തെ ഉമ്മാക്ക് രണ്ട് സ്വഭാവമാണ്. ഒരുപാട് പണിയെടുപ്പിക്കാടി എന്നെ. എൻ്റെ വീട്ടിലേക്ക് വിട്ടാക്കണമില്ലാന്ന്. ആഹാ, കൊള്ളാലോ. ആകെ വയ്യാണ്ടായി, പണിയെടുത്ത് മതിയായി. ഓ, ഇങ്ങനെ പോയാൽ ശരിയാകില്ലല്ലോ. ഒരു പണി അങ്ങോട്ട് കൊടുക്ക്, നടക്കുമോ? പിന്നെ എന്താ നടക്കാത്തത്? ഞാൻ പറയണ പോലെ ചെയ്യ് നീ. ശരി, നോക്കാം. വെച്ചോ. ജീവിതമാകുന്ന നാടകം ഇതാ ആരംഭിക്കുകയാണ്. സുഹറ, വിളി തുടങ്ങി. എന്താ ഉമ്മ? അതാ വരുന്നു. നീ ഈ ചമ്മന്തി ഒന്ന് അരച്ചെടുക്ക്. നീ എങ്ങോട്ടാ ഈ പോണ്? മിക്സിയിൽ അരയ്ക്കേണ്ട, അരകല്ലിൽ അരച്ചാൽ മതി. എന്താ മിക്സിയിൽ അരച്ചാൽ നിങ്ങൾക്ക് ഇറങ്ങില്ലേ? ഓ, എൻ്റെ അടുത്ത് തറയ്ക്കുത്തരം പറയാൻ തുടങ്ങിയ അഹങ്കാരി. അതെ, മര്യാദയെങ്കിൽ മര്യാദ, അല്ലെങ്കിൽ നിങ്ങൾ വിവരം അറിയും. നിങ്ങളുടെ അടിമയൊന്നും അല്ല ഞാൻ. എടി ആമിനെ,
നമ്മൾ വിചാരിക്കണ പോലെ അല്ല കേട്ടോ ഇപ്പോഴത്തെ പിള്ളേർ. അവളെ എൻ്റെ മെക്കെട്ട് കയറാൻ വരുന്നടി. നീയല്ലേ പറഞ്ഞത് മരുമോളെ വരച്ച വരയിൽ നിർത്തണമെന്ന്? എന്തായി? നിന്റെ കൂട്ടം കേട്ടിട്ട് അവളെ വരച്ച വരയിൽ നിർത്താൻ പോയിട്ട് അവളെ എന്നെ വരച്ച വരയിൽ നിർത്തണടി. ഇന്നത്തെ പിള്ളേരെ കേസരിയാണല്ലോ. ഞാൻ അന്തം വിട്ടടി. അതെ, ഞാൻ എൻ്റെ വീട്ടിൽ പോവാണ്. ഒരാഴ്ച കഴിഞ്ഞേ വരുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടാ? നീ പോയിക്കോ മോളെ. എന്തു പറയാ, നീ പോയിക്കോ. നിനക്ക് ഇഷ്ടമുള്ളപ്പോൾ തിരിച്ചു വന്നാൽ മതി. കാഫ് മല കണ്ട പൂങ്കാറ്റേ, കാണിക്ക നീ കൊണ്ടുവന്നാട്ടെ, കാരയ്ക്ക കായ്ക്കുന്ന നാടിൻ്റെ മധുഹൂറ് കിസ് പറഞ്ഞാട്ടെ.